ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലേക്ക് ഒരു യാത്ര പോയാലോ? ഹൈറേഞ്ചിൽ നിന്ന് ചുരമിറങ്ങി അങ്ങ് താഴെ എത്തിയാൽ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് മുന്തിരിപ്പാടങ്ങളാണ്. കാർഷിക മേഖലയാണെങ്കിലും മുന്തിരിപ്പാടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണിപ്പോൾ. അപ്പോൾ നമ്മുടെ രാഹുൽ വിജയനും ടീമും ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കും അവരൊപ്പം ഒന്ന് പോയി ആ മുന്തിരിയൊക്കെ കണ്ടുവരാം. അപ്പോൾ ഞാനിങ്ങനെ റൈഡിംഗ് റിപ്പോർട്ടർ ഒരെണ്ണം ചെയ്യണം, ഒരു യാത്ര ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ജില്ല കടന്നു പോകാൻ എന്താ മാർഗം എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് നമ്മുടെ ജില്ലാ അതിർത്തിയും കടന്ന് സംസ്ഥാന അതിർത്തിയും കടന്ന് തമിഴ്നാട്ടിലേക്കൊന്ന് പോയാലോ എന്നാലോചിച്ചത്. വേറെ ഒരിടത്തേക്കുമല്ല, നമ്മുടെ സ്വന്തം കമ്പത്തേക്കാണ്. കമ്പത്ത് ചെന്നാൽ പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടംപോലെ കാഴ്ചകളല്ലേ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. നിങ്ങളെയും ആ കാഴ്ചകളൊന്ന് കാണിക്കാം. കട്ടപ്പന എന്നൊരു 18 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് കേരള അതിർത്തിയായിട്ടുള്ള കമ്പമേട്ടിലെത്തും. അവിടെ നിന്ന് നേരെ പ്രവേശിക്കുന്നത്, ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് പ്രവേശിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിർത്തി ചെക്ക് പോസ്റ്റ് കടന്നാൽ ഉടൻ തന്നെ പിന്നീട് ഹെയർപിൻ വളവുകളാണ്. അതുവഴിയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം നമുക്ക് തരികയും ചെയ്യും. മാത്രമല്ല, ഹെയർപിൻ വളവുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പത്തിന്റെ വിദൂര കാഴ്ചകൾ, ആകാശ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. നോക്കാത്ത ദൂരത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന മുന്തിരിപ്പാടങ്ങളും മറ്റ് കൃഷിപ്പാടങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. ഈ തമിഴ്നാട്ടിലെ റോഡിൽ കൂടെ പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല കൃഷി തോട്ടങ്ങളൊക്കെയാണ്. കൂടുതലും ഈ മുന്തിരിപ്പാടങ്ങളാണ്. അപ്പം നമുക്ക് ഒരു മുന്തിരിപ്പാടത്തിറങ്ങി അവിടുത്തെ മുന്തിരി കൃഷിയെ പറ്റിയും ആ കൃഷി കാണാൻ വരുന്ന ആളുകളെ പറ്റിയും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരോടും വെൽക്കം ടു കമ്പം തേനി. നമ്മൾ കമ്പത്ത് നിന്ന് കുമളിയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു മുന്തിരി തോപ്പിലാണുള്ളത്. ഏക്കർ കണക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഈ മുന്തിരി തോപ്പ്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പരിചയമുള്ളൊരു കൃഷി രീതി അല്ല ഈ മുന്തിരി എന്ന് പറയുന്നത്. പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ആളുകളൊക്കെ ഇത് കൃഷി ചെയ്തിട്ടുണ്ട്. അകത്ത് നല്ല മനോഹരമായിട്ട് ചുവന്ന് തുടുത്ത് കിടക്കുന്ന മുന്തിരികളുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ കേരളത്തിൽ നിന്ന്, പ്രധാനമായിട്ടും ഇടുക്കിയിൽ നിന്നൊക്കെ അവിടുത്തെ ആളുകൾ ഒരു ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ചൂസ് ചെയ്യുന്നൊരു സ്ഥലം കമ്പം, തേനി, ഈ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ കുറച്ച് മലയാളി സുഹൃത്തുക്കൾ ഉണ്ട്. പിള്ളേരെയും കൊണ്ട് ആദ്യമായിട്ടാണ് വരുന്നത്. കുമളി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി ബഡ് സ്കൂളിലെ കുട്ടികളാണ്. ബഡ്സ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു മുന്തിരി പൂവിട്ട് പാകമാകാൻ 120 ദിവസം വേണമെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. മാത്രമല്ല 365 ദിവസവും ഈ മുന്തിരി സീസൺ ആണ് താനും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സഞ്ചാരികളുടെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുമുണ്ട്. ரொம்ப அழகா இருந்தது பார்க்கறதுக்கு. இது மாதிரி நாங்கள் ஒரு அட்மாஸ்பியர் பார்த்ததே இல்லை. ரொம்ப அழகாக இருந்தது. கிரேப் ஜூஸ் குடித்தோம். இது மாதிரி நாங்கள் ஃப்ரெஷ்ஷாக அது மாதிரி குடிச்சதில்லை. அந்த ടേസ്റ്റേ ரொம்ப நல்லா இருந்தது. മുന്തിരിത്തോട്ടം കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പെറ്റ് ഷോ
നടക്കുന്നുണ്ട്. അവിടെ പാമ്പും കിളികളും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ ഒന്ന് കണ്ടേച്ച് നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് നമ്മുടെ ശരീരത്ത് തലയിലും കയ്യിലും ഒക്കെ കയറിയിരുന്ന് ഇങ്ങനെ കിളികളിങ്ങനെ ഇതൊക്കെ കഴിക്കാണ്. നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി പേടി വരും, പക്ഷേ പിന്നീട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് കൂടാതെ ഇവിടെ പാമ്പും ഉണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വെറൈറ്റി. രാവിലെ കമ്പത്തെത്തി മുന്തിരിത്തോപ്പും അതുപോലെ ആ പെറ്റ് ഷോപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഉച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. കമ്പത്ത് നിന്ന് മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24. അപ്പോൾ കമ്പത്തേക്ക് പോയാൽ ഒരു ദിവസം കാണാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസൊക്കെ കഴിക്കാം എന്ന് ബൈറ്റ് എന്ന് ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിഷ്വലി റിച്ചായ കാഴ്ചയാണ് ആ ഫ്രെയിമുകളൊക്കെ. ഫോട്ടോകളിലൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിരിക്കും. അപ്പോൾ മിസ്സാക്കണ്ടെന്ന് പറയാനില്ല, കാരണം വർഷം മുഴുവൻ മുന്തിരി സീസൺ ആയതുകൊണ്ട് എപ്പം വേണേലും പോകാം. അപ്പോൾ കമ്പത്ത് പോയി മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി അത് കണ്ടുവരിക.